ഹായ്, വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തൻ്റെ അമ്മയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയാണ് രാജീവ് ശാരികയോട്. അച്ഛൻ മരിക്കുമ്പോൾ നല്ല പ്രായമായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. അന്നൊരു രണ്ടാം വിവാഹത്തിനായി കൃഷ്ണൻകുട്ടി അമ്മാവനുൾപ്പെടെ എല്ലാവരും അമ്മയെ നിർബന്ധിച്ചതാണ്. പക്ഷേ ഇനിയുള്ള എൻ്റെ ജീവിതം ഇവന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ ഒരേ പിടിവാശിയായിരുന്നു. അമ്മയെ എൻ്റെ വിവാഹത്തിൻ്റെ കാര്യവും പറഞ്ഞ് ഒരു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടി എങ്ങനെയാണോ വിഷമിപ്പിക്കുന്നത് എന്ന് ശാരികയോട് ചോദിക്കുകയാണ് രാജീവ്. വലിയൊരു പാപമല്ലേ അത്? പിന്നീട് നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ സന്തോഷത്തിൻ്റെ ഇടയ്ക്കും അതൊരു നീറുന്ന കനലായി എൻ്റെ മനസ്സിൽ കിടക്കുകയും ചെയ്യും. നമ്മുടെ ഭാവി ജീവിതം പിന്നോൾ എപ്പോൾ അടിച്ചു തീർന്നാൽ മതി എന്ന് ചോദിച്ചാൽ മതി. ഇതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് ശാരിക. അന്നേരം രാജീവിനൊരു കോൾ വരികയാണ്. രാജീവ് ഫോണിൽ സംസാരിക്കുമ്പോൾ ആലോചിച്ചങ്ങനെ നിൽക്കുകയാണ് ശാരിക. ഫോൺ വെച്ച് രാജീവ് പറയുകയാണ്, നമ്മൾ ടീച്ചേഴ്സിന്റെ ഒരു യൂണിയൻ മീറ്റിംഗ്, പതുക്കെ പോയാൽ മതി, താൻ വാ, ഞാൻ വാതിൽ തുറക്കാം. വേണ്ട സാർ, ഒരുപാട് വൈകി, അമ്മ അന്വേഷിക്കും, ഞാൻ വൈകി ഇറങ്ങുകയാണ് എന്ന് പറയുകയാണ് ശാരിക. എന്തുവാടോ, ഒരു 5 മിനിറ്റ് ഇരിക്കെ, ഏതായാലും ഇതുവരെ വന്നതല്ലേ എന്ന് പറയുകയാണ് രാജീവ്. ശാരിക പറയുകയാണ്, ഇവിടെ വന്നത് ഒരാവശ്യത്തിനാണ്, ആ ആവശ്യവും കഴിഞ്ഞു. സാറിന് സാറിന്റെ അമ്മയെ പോലെ എനിക്ക് എൻ്റെ അമ്മയും പ്രധാനപ്പെട്ടതാണ്. ചെറുപ്പം നഷ്ടപ്പെടുത്തി ഞങ്ങൾ 3 പെൺമക്കളെയും ഒറ്റയ്ക്ക് വളർത്തിയ നമ്മുടെ അമ്മ. നമുക്കൊരിക്കലും രജിസ്റ്റർ മാരേജ് ചെയ്ത് ഒളിച്ചോടണ്ട സാർ. അമ്മമാർക്ക് വേണ്ടി അമ്മമാർ തീരുമാനിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം നീങ്ങട്ടെ. അതിപ്പോൾ സാറ് പറഞ്ഞതുപോലെ തട്ടേക്കാട് ഭഗവതി ഉൾപ്പെടെ എല്ലാ ദൈവങ്ങളും അനുഗ്രഹിച്ചാൽ മാത്രമേ നടക്കൂ. ശാരിക പറയുന്നത് മനസ്സിലാകാതെ ശാരിക പോകുന്നത് നോക്കി നിൽക്കുകയാണ് രാജീവ്. പക്ഷെ ശാരിക വന്ന കാര്യം രാജീവിനോട് പറയുന്നില്ല. രാജീവ് ചിന്തിക്കുകയാണ്, ചേടാ, ആ കുട്ടി എന്താ അവസാനം പറഞ്ഞത്? ഒന്നും മനസ്സിലായില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് റോഡിലൂടെ നടന്നു പോകുന്ന ശാരികയാണ്. പുറകെ ബൈക്കിലെത്തുകയാണ് രാജീവ്. നിന്നേ എന്നും പറഞ്ഞ് വണ്ടി ഒതുക്കി ഇറങ്ങുകയാണ് രാജീവ്. എന്താ സാറെന്ന് ശാരിക ചോദിക്കുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, അല്ല, താൻ എവിടെയാ ഈ പിറന്നാൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നത്? അല്ല, അത് പിന്നെയെന്നും പറഞ്ഞ് ശാരിക പതുങ്ങുമ്പോൾ രാജീവ് പറയുകയാണ്, ഇവിടത്തെ റെസിഡൻസ് അസോസിയേഷന്റെ കമ്മിറ്റി മെമ്പറാണ് ഞാൻ. അവിടെ ഒരാൾക്ക് ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഞാൻ അറിയും. അന്നേരം ചിരിച്ച് തലകുനിച്ച് നിൽക്കുകയാണ് ശാരിക. രാജീവ് ചോദിക്കുകയാണ്, ഇനി പറ, താൻ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ഒന്നും പറയാതെ പെട്ടെന്ന് മുന്നോട്ട് നടക്കുകയാണ് ശാരിക. പിറകെ പോവുകയാണ് രാജീവ്. ഓടി ശാരികയുടെ അടുത്ത് ചെന്ന് അവിടെ നിൽക്കെന്ന് പറഞ്ഞ് ശാരികയെ പിടിച്ചു നിർത്തുകയാണ് രാജീവ്. എന്തായിരുന്നു താൻ എന്നോട് സംസാരിക്കാൻ വന്നത്? ഒന്നുമില്ലാന്ന് പറയുകയാണ് ശാരിക. കള്ളം പറയാനൊരു കാരണമില്ലെങ്കിൽ പിന്നെ അടച്ചിട്ടിരുന്ന വീട്ടിൽ താൻ എന്നെ കാത്തുവന്ന് നിൽക്കുമായിരുന്നോ? വളരെ വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് തനിക്ക് എന്നോട് പറയാനുണ്ട്. തിരിവരുത്തി ശാരിക പറയുകയാണ്, അല്പം മുമ്പ് സാറിന്റെ വീട്ടുനടയിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ അങ്ങ് തിരുത്തുന്നു. നമുക്ക് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചാലോ സാറേ? അത് കേട്ട് വാട്ട് എന്ന് ചോദിക്കുകയാണ് രാജീവ്. വാട്ട് ദ ഹെൽ ഡു യു മീൻ എന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, പഠിപ്പ് എനിക്ക് കുറവാണ് സാറേ. ഇങ്ങനെ മീനെന്നും ഇറച്ചിയെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. അത് കേട്ട് ചിരിക്കുകയാണ് രാജീവ്. ശാരിക പറയുകയാണ്, മനസ്സിലാകുന്നതേ മനസ്സാഗ്രഹിക്കുന്ന ഒരു ജീവിതം ആഗ്രഹിക്കുന്നതാണ്. സാറ് തൽക്കാലം പോ, പിന്നാലെ ഇനി വന്ന് എന്നെ ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ വെറുതെ കോമഡി ഉണ്ടാക്കി സാറിനെ കള്ളം പറ്റിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സാർ എന്നോട് അമ്മ മഹാത്മ്യവും കുടുംബ മഹാത്മ്യവും ഒക്കെ പറഞ്ഞ് എൻ്റെ റൂട്ട് അങ്ങ് തെറ്റിച്ചു കളഞ്ഞു. അല്ല, ഈ ഒളിച്ചോടി പോകുന്നതാണോ താൻ പറയുന്ന കോമഡി എന്ന് ചോദിക്കുകയാണ് രാജീവ്. അല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്താണ് വാസ്തവത്തിൽ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ശാരിക പറയുകയാണ്, വാസ്തവത്തിൽ ഇത് പകലാണ്, മേളിൽ ആകാശവും താഴെ ഭൂമിയും. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നീട് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം ഞാൻ പൊയ്ക്കോട്ടെ, പിന്നെ കാണാം. അത്രയും പറഞ്ഞ് ശാരിക മുന്നോട്ട് നടക്കുമ്പോൾ വീണ്ടും രാജീവ് വിളിച്ചു ചോദിക്കുകയാണ്, സത്യത്തിൽ അല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല സാറേ, ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ സാറിനെ വട്ടുകളിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സാറ് സന്തോഷമായിട്ട് ഇരിക്കാൻ നോക്ക്, ഞാനും നല്ല സന്തോഷത്തിലാണ്. രാജീവിനോട് ഇത്രയും ചിരിച്ചു പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ശാരികയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ശാരികയുടെ ആ പോക്കിൽ പക്ഷെ സംശയിച്ചു നിൽക്കുകയാണ് രാജീവ്. പിന്നീട് കാണിക്കുന്നത് രാത്രി സത്യഭാമയുടെ വീടാണ്. അവിടെ സരളയും സുസ്മിതയുടെ അമ്മാവനും എല്ലാവരും എത്തിയിട്ടുണ്ട്. അതേസമയം ആരെയൊക്കെയോ കല്യാണം ഫോണിൽ ക്ഷണിക്കുകയാണ് സത്യഭാമ. ഇതൊരു അറേഞ്ച് മാരേജ് തന്നെയാണ്, പക്ഷെ എല്ലാം പെട്ടെന്നായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഫോണിൽ ക്ഷണിക്കേണ്ടി വന്നത് എന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട്. ഫംഗ്ഷൻ എത്താൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് ഒരു ദിവസം ഇറങ്ങിയാലും മതി. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാകണം, അതാണ് ഞാനിങ്ങനെ ക്ഷണിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് സത്യഭാമ. ഫോൺ വെച്ച് സത്യഭാമ എല്ലാവരോടുമായി പറയുകയാണ്, മിനിസ്റ്ററാണ്, നാളെ കല്യാണത്തിന് എത്താൻ സാധിക്കില്ലെന്ന്, നേരത്തെ ചാർട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പ്രോഗ്രാം ഉണ്ടെന്ന്.
എടുപിടിയെന്നൊരു തീരുമാനമെടുത്തതുകൊണ്ട് ഇങ്ങനെ ചില ദോഷങ്ങളുണ്ട് എന്ന് പറയുകയാണ് സത്യഭാമ. അത് സാരമില്ലെന്നേ, കുട്ടികളുടെ ഇഷ്ടമല്ലേ പ്രധാനം, അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പറയുകയാണ് സരള. എന്താ ഏട്ടാ അങ്ങനെയല്ലേ എന്ന് സരള അമ്മാവനോട് ചോദിക്കുമ്പോൾ തീർച്ചയായും രാജശേഖരന്റെ ലീവും നമ്മൾ നോക്കണമല്ലോ എന്ന് പറയുകയാണ് അമ്മാവൻ. അത് ശരിവെക്കുകയാണ് രാഘവൻ നായരും. അന്നേരം അവിടേക്ക് വന്ന ദാസൻ പറയുകയാണ്, സത്യാമ്മേ ഇത് വെഡ്ഡിംഗ് കാർഡിന്റെ സാമ്പിളുകളാണ്, ഇഷ്ടമായെങ്കിൽ നമുക്ക് പൂർണ്ണമായും പ്രിന്റ് അടിക്കാം. കാർഡൊക്കെ എല്ലാവരും നോക്കുകയാണ്. സത്യഭാമ പറയുകയാണ്, കൊള്ളാമല്ലോ, സൂപ്പർ ആയിട്ടുണ്ട്. എന്നിട്ട് മുകളിലേക്ക് നോക്കി വിളിക്കുകയാണ്, വിഷ്ണു ഒന്നിങ്ങോട്ട് വന്നേ. എങ്ങനെയുണ്ടെന്ന് അമ്മാവനോട് സരള ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുകയാണ്, എക്സലന്റ്, സൂപ്പർ ആയിട്ടുണ്ട്. കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിച്ചു. അത് കേട്ട് ചിരിക്കുകയാണ് എല്ലാവരും. അത് വിഷ്ണുവിനെ നേരെ നീട്ടിയിട്ട് സത്യഭാമ പറയുകയാണ്, ദാ മോനെ ഇത് നോക്ക്, വെഡ്ഡിംഗ് കാർഡിന്റെ സാമ്പിളാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ എടുക്കാം. ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്ന വിഷ്ണു പറയുകയാണ്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, അത് മതി, വേറെ ഒന്നും നോക്കണ്ട. അത് കേട്ട് സന്തോഷിച്ച് സത്യഭാമ പറയുകയാണ്, ഹോ ഇവന്റെ ഒരു കാര്യം, കുഞ്ഞുനാൾ മുതലേ ഇവൻ ഇങ്ങനെയാണ്, എല്ലാം എന്റെ ഇഷ്ടത്തിന് വിടും, സ്വന്തം ഇഷ്ടത്തിന് ഒരു കളിപ്പാട്ടം പോലും ഇവൻ വാങ്ങില്ല. ആളൊരു പാവത്താനാണ്. സത്യഭാമ അങ്ങനെ പറയുമ്പോൾ പ്രീതി മനസ്സിൽ കരുതുകയാണ്, അതെ അതെ, ഇനി സുസ്മിതയാണ് കളിപ്പാട്ടം വാങ്ങാൻ പോകുന്നത്. സ്വന്തം മകനെ പറ്റി എല്ലാം അറിയുന്ന ഒരമ്മ അവന്റെ ജീവിതം തകർന്നു തരിപ്പണമാകാൻ പോകുന്നത് മാത്രം തിരിച്ചറിയുന്നില്ല. നേരം സുസ്മിത പറയുകയാണ്, അതെ ഇനി ആ കഥയൊക്കെ മാറും. ഇനി എന്റെ ഇഷ്ടമാണ് വിഷ്ണു ഏട്ടന്റെ ഇഷ്ടം. അമ്മാന്റിയുടെ അടുത്ത് നിന്നും ആ പദവി ഞാനിങ്ങ് പിടിച്ചെടുക്കുകയാണ് ബലമായിട്ട് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് സുസ്മിത. അയ്യോ സന്തോഷത്തോടെ ഞാനത് നിനക്ക് കൈമാറുന്നു. അല്ലെങ്കിൽ തന്നെ ഭാര്യയ്ക്കാണ് ഭർത്താവിന്റെ മേലുള്ള അവകാശം മുഴുവനും. എന്താ സരളെ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണ് സത്യഭാമ. തീർച്ചയായും, ഏതിനും ഭാമയ്ക്ക് ഒരു പേടിയും വേണ്ട, എല്ലാത്തിനും ഒരു പടി മുകളിലാണ് എന്റെ മകള് എന്ന് പറയുകയാണ് സരള. അവളുടെ കയ്യിൽ ഭദ്രമാണ് വിഷ്ണുവിന്റെ കാര്യങ്ങൾ എന്നും സരള പറയുന്നു. ഇതൊക്കെ കേട്ട് ഇഷ്ടപ്പെടാതെ ദാസനെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. കാർഡ് തിരികെ ദാസനെ ഏൽപ്പിച്ചിട്ട് സുസ്മിത പറയുകയാണ്, ഇത് കൊള്ളാം, ഇത് തന്നെ പ്രിന്റ് അടിക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ പ്രസിൽ കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് ദാസൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദാസന്റെ കൂടെ പിറകെ ഇറങ്ങുകയാണ് വിഷ്ണുവും. ദാസൻ ചോദിക്കുകയാണ്, എന്താ ആശാനെ, എന്നെ കൊണ്ട് തന്നെ ദൈവം ഈ ക്രൂരത ചെയ്യിക്കുവാണല്ലോ. വിഷ്ണു ആശ്വസിപ്പിക്കുകയാണ്, ഡേയ് ക്രൂരതയൊന്നും അല്ലടാ, ഇതൊരു മംഗളകാര്യമല്ലേ. നീ കണ്ടില്ലേ അവിടെ ഇരുന്ന എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം എന്നെ കൊണ്ടും നിന്നെ കൊണ്ടും ഇതൊക്കെ ചെയ്യിക്കുന്നത്. പോകാൻ നോക്ക്. അല്ല ആശാനെ ഞാനെന്നും പറഞ്ഞ് ദാസൻ വീണ്ടും നിൽക്കുമ്പോൾ പോടാ എന്നും പറഞ്ഞ് ദാസനെ പറഞ്ഞയക്കുകയാണ് വിഷ്ണു. അന്നേരം അകത്ത് സരളയും അമ്മാവനുമൊക്കെ എഴുന്നേറ്റ് സരള പറയുകയാണ്, അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങുക ഫാമേ, ഇനി ഏതാനും മണിക്കൂറുകളല്ലേ ബാക്കിയുള്ളൂ. ഇത് തീർക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളും വീട്ടിലെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നോക്കാനുള്ളത് കൊണ്ടാണ് രാജേട്ടന് നേരിട്ട് വരാൻ പറ്റാതിരുന്നത്. ഓ അത് സാരമില്ല, എന്നാ പിന്നെ ഇറങ്ങിക്കോ, നാളെ നമുക്ക് കാണാം എന്ന് പറയുകയാണ് സത്യഭാമ. മാവൻ പറയുകയാണ്, ഇവളെയും കൂടി ഞങ്ങൾ അങ്ങ് കൊണ്ടുപോവുകയാണ്. കല്യാണത്തിന്റെ അന്ന് ചെറുക്കന്റെ വീട്ടിൽ നിന്നും പെണ്ണിറങ്ങി വരാൻ പാടില്ലല്ലോ. നേരം സങ്കടഭാവത്തിൽ സുസ്മിത ചോദിക്കുകയാണ്, അയ്യോ അപ്പോൾ ഭാമാന്റിയെ പിരിഞ്ഞു നിൽക്കണമോ ഞാൻ? പോയിട്ട് വാമോളെ, ഇനി നീ പടി കയറുന്നത് വിഷ്ണുവിന്റെ കൈയും പിടിച്ച് നിലവിളക്കും കൊണ്ടായിരിക്കണം, ഈ വീടിന്റെ മഹാറാണിയായിട്ട്. അങ്ങനെ സത്യഭാമ പറയുമ്പോൾ അനുഗ്രഹിക്കണം ആന്റി എന്നും പറഞ്ഞ് സത്യഭാമയുടെ കാൽ തൊട്ട് വന്ദിക്കുകയാണ് സുസ്മിത. ഇതൊക്കെ കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് പ്രീതി. സുസ്മിതയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സത്യഭാമ പറയുകയാണ്, ആന്റിയല്ല, നാളെ മുതൽ ഞാൻ നിനക്ക് അമ്മയാണ്. എന്റെ മോൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് പറയുകയാണ് സത്യഭാമ. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ് സരളയും അമ്മാവനും സുസ്മിതയും ഒക്കെ. ശാലിനിയെ ഈ വിവരം ഉടനെ അറിയിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഫോണും എടുത്ത് അകത്തേക്ക് പോവുകയാണ് പ്രീതി. അന്നേരം സത്യഭാമ തന്റെ ഫോൺ നോക്കുകയാണ്. സത്യഭാമ പറയുകയാണ്, എന്റെ ഫോൺ എവിടെ പോയി? പ്രീതി എടുത്തുകൊണ്ട് പോയത് എന്റെ ഫോണാണല്ലോ. പ്രീതിയെ തിരക്കി പോവുകയാണ് സത്യഭാമ. പ്രീതി അന്നേരം കരുതുകയാണ്, അല്ലെങ്കിൽ വേണ്ട, ശാലിനിയോട് നേരിട്ട് തന്നെ കാര്യം പറയാം. അന്നേരം പ്രീതി എന്ന് വിളിച്ച് പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സത്യഭാമ. ഫോൺ മാറിപ്പോയി, അതെന്റേതാന്നും പറഞ്ഞ് പ്രീതിയുടെ ഫോൺ കൊടുത്ത് തന്റെ ഫോൺ തിരികെ വാങ്ങിക്കുകയാണ് സത്യഭാമ. സത്യഭാമ പോയ ശേഷം പ്രീതി പറയുകയാണ്, ഈശ്വര വിളിക്കാതിരുന്നത് എത്ര നന്നായി. അതേസമയം കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുകയാണ് രാജേശ്വരി. പുറത്തുനിന്നും രാജേശ്വരി വിളിക്കുകയാണ്, ഹലോ ശാരദാമ്മേ, ശാരികെ, ആരുമില്ലേ എവിടെ? അന്നേരം പുറത്തേക്ക് വരികയാണ് ശാരദാമ്മ എവിടെ മോളെ എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ദേഷ്യഭാവത്തിൽ തന്നെ ശാരിക പറയുകയാണ്, അകത്തുണ്ട്, വിളിച്ചാൽ മതി.
അത്രയും പറഞ്ഞ് തുണിയുമായി പോവുകയാണ് ശാരിക. രാജേശ്വരി പറയുകയാണ്, ഒരു കോളേജ് ലെക്ചറെ വലവീശി പിടിച്ചെന്ന് കരുതി എന്താ അവളുടെ അഹങ്കാരം, തീർത്തു തരുന്നുണ്ട് ഞാൻ. ഇന്നത്തെ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞോട്ടെ, പിന്നെ കുടുംബശ്രീയുടെയും ഇവിടെയുള്ളവരുടെയും ഒക്കെ പൂട്ടും താക്കോലും ഈ രാജേശ്വരിയുടെ കയ്യിലാണ്. അങ്ങനെയൊക്കെ രാജേശ്വരി ചിന്തിച്ചു നിൽക്കുമ്പോൾ പുറത്തേക്ക് വരികയാണ് ശാരദാമ്മ. ഇതാര് രാജേശ്വരി എന്ന് ചോദിക്കുമ്പോൾ അതെ അതെ സുഖമായിരിക്കുന്നോ ശാരദാമ്മയെന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. അങ്ങനെ പോകുന്നു രാജേശ്വരി. രാജേശ്വരി ഇരിക്കുമെന്ന് പറയുകയാണ് ശാരദാമ്മ. ഹോട്ടലിലധികം ആളില്ലല്ലോ, എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. ശാരദാമ്മ പറയുകയാണ്, രാവിലത്തെ തിരക്ക് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു സമയം അങ്ങനെ അധികം ആരും കാണില്ല. പിന്നെ ഉച്ചയൂണിന് ആള് വരൂ, അത് കഴിഞ്ഞാലും കുറച്ചു സമയം പിന്നെ തിരക്ക് കുറവായിരിക്കും. അന്നേരം അവിടേക്ക് വരികയാണ് ശാരികയും ശ്യാമയും ഒക്കെ. പിന്നെ വൈകിട്ടേ ആള് കാണുമെന്ന് ശാരദാമ്മ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, നമുക്കതൊക്കെ അങ്ങ് മാറ്റണം ശാരദാമ്മേ. എന്റെ ഈ പഴയ പുറമോടിയും കെട്ടും മട്ടുമൊക്കെ മാറ്റിയാലേ കച്ചവടം ഉഷാറാകൂ. ഈ വീട്ടിലെ ഊണെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനാണ്. ഷവായും ഷവർമയും കുത്തുപൊറോട്ടയും ഒക്കെ അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. കൊടുക്കുന്നത് നല്ല നോൺ വെജ് ആണെങ്കിൽ ഈച്ച പൊതിയുന്നത് പോലെ ഈ മുറ്റത്ത് ആള് കൂടും. ഇത് സംബന്ധിച്ച് ബാലചന്ദ്രന്റെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ട്. നമുക്കിനി അത് വേണം പ്രാക്ടിക്കലാക്കാൻ. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇഷ്ടപ്പെടാതെ പോലെ നിൽക്കുകയാണ് ശാരദാമ്മ. സത്യം പറഞ്ഞാൽ ഈ കുടുംബശ്രീ എന്നുള്ള പേര് വരെ ഒരു ഐശ്വര്യക്കേടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒറ്റ കേൾവിയിൽ സർക്കാരിന്റെ ഏതോ ദാരിദ്ര്യ പരിപാടിയാണെന്നേ കരുതൂ. പേടിപ്പിക്കുന്ന പേരുകളല്ലേ ഇപ്പോൾ എല്ലാ പയ്യന്മാർക്കും ഇഷ്ടം. ഡെവിൽ കഫേ, ഹോട്ടൽ ലൂസിഫർ, അതുമല്ലെങ്കിൽ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും വേണം പരീക്ഷിക്കാൻ എന്നൊക്കെ പറയുകയാണ് രാജേശ്വരി. അത് കേട്ട് പെട്ടെന്ന് ഒന്ന് പോടിയെന്ന് പറഞ്ഞ് പ്രതികരിക്കുകയാണ് ശ്യാമ. കേട്ട ഭാവത്തിൽ രാജേശ്വരി ചോദിക്കുകയാണ്, അല്ല എന്താ പറഞ്ഞത്? പെട്ടെന്ന് വിഷയം മാറ്റി ശ്യാമ പറയുകയാണ്, അല്ല അങ്ങനെയുള്ള പേരുകളും പരീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്. പ്രകോപിപ്പിക്കുന്ന വാക്കുകളും ഇപ്പോഴത്തെ ജനറേഷന് ഇഷ്ടമാണ്. ഒന്ന് പോടി, വാടാ തടിയ, എന്നാ താൻ കേസ് കൊട്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയുകയാണ് ശ്യാമ. ഓ അങ്ങനെ. അല്ല ശാരദാമ്മേ, ഇവളിപ്പോൾ ഡിഗ്രിക്കായി അല്ലേ? അങ്ങനെ രാജേശ്വരി ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അതെ, രാജേശ്വരിയുടെ മകൻ അനൂപിന്റെ അതേ ബാച്ചിൽ പഠിച്ചതാണ്. അത് നന്നായി. ബാലചന്ദ്രന്റെയും ശാലിനിയുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് എല്ലാവർക്കും കൂടി വട്ടം കൂടിയിരുന്നൊന്ന് തീരുമാനിക്കാൻ. എന്നിട്ട് ശ്യാമയോട് പറയുകയാണ്, ആ മോളെ, വഴിയിൽ കുഴിയുണ്ട്, നല്ലതുപോലെ സൂക്ഷിക്കണം എന്ന പേര് കൂടി നമുക്കൊന്ന് പരീക്ഷിക്കാം. മോളത് സ്വന്തം നോട്ട്ബുക്കിലൊന്ന് കുറിച്ചു വച്ചേക്കണം. നാളെ ചിലപ്പോൾ അത് ഉപകാരപ്പെടുമല്ലോ. അങ്ങനെ രണ്ടുപേരും പരസ്പരം മുനവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അല്ല, കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി ശാരദാമ്മയെന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. ശാരദാമ്മ പറയുകയാണ്, നടക്കുന്നുണ്ട്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നടത്തണമെന്നാണ് വിചാരം. നേരം ശാലിനിയെ കണ്ട് എഴുന്നേറ്റ് രാജേശ്വരി പറയുകയാണ്, ആ ശാലിനി എത്തിയല്ലോ. മോളെ കണ്ട് ഇതിവിടെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, വാങ്ങണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കവർ ശാലിനിക്ക് നേരെ നീട്ടുകയാണ് രാജേശ്വരി. ശാലിനി മിണ്ടാതെ തന്നെ നിൽക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, മടിക്കണ്ട, ഇതും ഒരു ചടങ്ങാണ്. ഈ കല്യാണ സാരി ഉടുത്തു വേണം മോള് ബാലചന്ദ്രന്റെ വധുവായി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരാൻ. വാങ്ങിച്ചോ മോളെ എന്ന് ശാരദാമ്മ പറയുമ്പോൾ അത് വാങ്ങിക്കുകയാണ് ശാലിനി. രാജേശ്വരി പറയുകയാണ്, പെട്ടെന്നുള്ള കല്യാണമായതുകൊണ്ട് ചരക്കെടുക്കാനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടി കാണില്ലല്ലോ. എന്നാലും നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഗോപാലന്റെയും രാജേശ്വരിയുടെയും വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പകിട്ടും പത്രാസും വേണം പെൺകുട്ടിക്ക്. നിങ്ങൾ ഞങ്ങളുടെ അഭിമാനം കളയരുതെന്ന് സാരം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ശാരദാമ്മ എന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. ചിരിച്ച് തലകുലുക്കുകയാണ് ശാലിനി. അതിനുശേഷം പോവുകയാണ് രാജേശ്വരി. രാജേശ്വരി പോകുന്നത് നോക്കി നിൽക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.